സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ പാടുമ്പോഴും ഒരേപോലെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഇപ്പം നമ്മുടെ മുൻപിൽ അതിഥിയായിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗീത ശ്രീകാന്താണ്. മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലെ വെരി പോപ്പുലർ ആയിട്ടുള്ള പാട്ടുപാടിയത് സംഗീതയാണ്. ഇനി ഇതിൽ കൂടുതൽ വിശേഷങ്ങളുണ്ട് സംഗീതനെ പറ്റിയിട്ട്, നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. സംഗീത, ഹായ്, വെൽക്കം ടു സൺഡേ ഫൺ ഡേ. താങ്ക് യു സോ മച്ച് രചന. നമ്മള് ഇടയ്ക്കിടയ്ക്ക് തിയേറ്ററിൽ കാണാറുണ്ട്, കൊച്ചിയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് ആദ്യമാണ്. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഒരെണ്ണം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പെട്ടെന്ന് നടക്കട്ടെ. അതെ, സത്യം. അപ്പൊ നല്ലൊരു പാട്ടെന്ന് തുടങ്ങിയാലോ? ഓക്കെ, ലേറ്റസ്റ്റ് സോങ് ആയാലോ? ശുഭരാത്രിയിലെ പാട്ടാണ്, വിജയേട്ടൻ്റെ കോമ്പസിഷൻ. ഞാനും ശങ്കുവും ഹരിശങ്കറും കൂടിയിട്ടാണ് പാടിയിട്ടുള്ളത്. അനുരാഗ കിളിവാതിൽ ചാരത്തേ മഴവില്ലിൻ ചിറകോലും പ്രാവേ മിഴിവാതിൽ തരി പോലും ചാരാതേ ഇരവത്തും പകലത്തും കാത്തു നീ മതി വരുമോ പ്രിയ സഖിനി മനമറിയും മധുരം ഇരു ഹൃദയം ഒരു പുഴയായി ഈ വഴിയിലൊഴുകുമിനിയേറെ. എന്ത് സ്വീറ്റാണ്, കോമ്പോസിഷൻ സ്വീറ്റാണ്, പാട്ട് പാടുന്ന ആളും സ്വീറ്റാണ്. താങ്ക് യു സോ മച്ച്. ഇത് വളരെ നല്ലൊരു കോമ്പസിഷൻ ആയിരുന്നു. അതില്ലേ മതി വരുമോ, ഇത് ഏത് രാഗത്തിലുള്ളതാണ്? രാഗ ബേസ്ഡ് അല്ല, അത് മിക്സപ്പ് ആണ്. ലൈക്ക് ഒരു ഫിലിം സോങ്സ് എന്ന് പറയുമ്പോൾ സങ്കലനങ്ങൾ ഉണ്ടാവും. ഒരു പ്രത്യേകിച്ച് ഒരു രാഗം എന്ന് പറയാൻ വളരെ എന്താ പറയുക, അല്ലെങ്കിൽ ആ രാഗ് ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ശ്രദ്ധിച്ച് കമ്പോസേഴ്സ് ചെയ്യാറെന്ന് എനിക്ക് തോന്നുന്നു. വിജിവാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി കുറേ വർക്ക് ചെയ്തു. യെസ്, 5 പടങ്ങൾ, ഇപ്പോൾ ശുഭരാത്രിയും കൂടി കൂട്ടിയിട്ട് 5 ഫിലിംസ്. അല്ലാതെയും ഒരു 10 വർഷമായിട്ടുള്ള ഒരു അസോസിയേഷനാണ് ബിജേട്ടനായിട്ട്. ഔട്ട്സൈഡ് മൂവീസ്, ആഡ്സും പണ്ട് മുതലേ ബിജേട്ടൻ്റെ തുടക്കകാലത്തിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സിംഗേഴ്സിൻ്റെ ലൈഫ് തന്നിട്ടുള്ളൊരു മ്യൂസിക് കമ്പോസറാണ് ബിജേട്ടൻ. ഇപ്പോൾ എത്ര വർഷമായി മ്യൂസിക് ഫീൽഡിൽ? മ്യൂസിക് ഫീൽഡിൽ ആക്ച്വലി സിനിമ, അതെ, 2007 ഞാൻ പാടുന്നത്. 11 വർഷമായി. ഛോട്ടാ മുംബൈയിലായിരുന്നു എൻ്റെ തുടക്കം. രാഹുലേട്ടനാണ് ഫിലിമിലേക്ക് എൻ്റെ മെൻറ്ററാണ്. രാഹുലേട്ടൻ തുടക്കകാലങ്ങളിൽ ഒരുപാട് സെഷൻ സിംഗിങ്, അതൊരു വേറൊരു സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ഒരു ലൈവ് പാടുന്ന ഒരു സ്റ്റൈലേ അല്ല നമ്മൾ സ്റ്റുഡിയോയുടെ അകത്ത് പാടുന്നത്. അപ്പോൾ അതൊരുപാട് എക്സ്പീരിയൻസിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട് അതിൽ. അങ്ങനെ പാടി നമ്മളത് പഠിച്ച് ആ ഒരു ആംബിയൻസ് ആയിട്ട് കോപ്പപ്പ് ചെയ്ത് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ഇവോൾവ് ചെയ്യുന്ന ഒരു റെക്കോർഡിംഗ് സിംഗർ എന്ന് പറയുന്നത് ഒരുപാട് ഇവോൾവ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതൊരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രാഹുലേട്ടൻ്റെ വർക്ക്സ്. ബിഫോർ ഛോട്ടാ മുംബൈ ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതെന്നെ ഒരുപാട് മോൾഡപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്.